Hello all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫ് ഏറ്റവും മനോഹരമാക്കാൻ അല്ലെങ്കിൽ മനോഹരമായിട്ട് സൃഷ്ടിക്കാൻ എന്താണ് നിങ്ങൾ ഈ ഒരു സമയം കേൾക്കേണ്ടത്, എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, എന്താണ് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിനെ പറ്റി, നിങ്ങൾ പോകുന്ന പാത്തിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആൻഡ് അവിടുന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ലൈഫ് റീക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സൃഷ്ടിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഓൾറൈറ്റ്, സോ ആസ് യൂഷ്വൽ ഇവിടെ 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിനോടാണോ, ഏത് പിക്ചറിനോടാണോ, കാർഡിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. Alright, let's start with group number 1. Hey, group number 1. നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സൃഷ്ടിക്കാൻ ഈ ഒരു സമയം നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്? സോ ഗ്രൂപ്പ് നമ്പർ 1, ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, സ്പിരിച്വൽ ടാലന്റ് അല്ലെങ്കിൽ സൈക്കിക് ടാലന്റ്സ് ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. എംപാത്ത് എനർജി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. നിങ്ങൾ ജന്മസിദ്ധമായിട്ട് നിങ്ങളുടെ ഒരു കഴിവെന്ന് പറയുന്നത് നിങ്ങൾ ഒരു നാച്ചുറൽ ഹീലർ ആണ്. സോ പ്രോബബ്ലി നിങ്ങൾ ഡോക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അതിൽ താല്പര്യമുള്ള ആളുകളായിരിക്കാം, മെഡിക്കൽ ഫീൽഡ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഫിസിയോതെറാപ്പിസ്റ്റ്. കാരണം നിങ്ങൾക്ക് ഫിസിക്കലി മെന്റലി ഹീൽ ചെയ്യാനുള്ള ഒരു പവർ നാച്ചുറലി ഉള്ള ആളുകളാണ്. ഓൾറൈറ്റ്, സോ ഈ വീഡിയോ കാണുന്ന ആളുകൾ, എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 1 ചൂസ് ചെയ്തിട്ടുള്ള ആളുകൾ, ഒന്നുകിൽ നിങ്ങളുടെ ഒരു മിഡ് ഏജ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അത് നിങ്ങളുടെ പ്രായം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. ഈവൻ നിങ്ങൾ വളരെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ആളുകളായിരിക്കാം, ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആളുകളാണ്. ഓക്കെ, സോ പെട്ടെന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള ആളുകളുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തത നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, ഒരു സെൽഫ് കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്ക് പല പ്ലേസിൽ പോകുന്ന സമയത്തും പല ആളുകളുടെ അടുത്തേക്ക് വരുന്ന സമയത്തും നിങ്ങൾക്ക് പെട്ടെന്ന് ജെല്ലാവാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകളുടെ എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരു പ്ലേസിൽ ചെല്ലുന്ന സമയത്ത്, ആളുകളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്, ചില ആളുകൾ നിങ്ങൾ ടീച്ചേഴ്സ് ആയിരിക്കാം. ഓക്കെ, ഇതൊക്കെ ഈവൻ നിങ്ങൾ അത് പ്രൊഫഷണലി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കഴിവാണ്. എസ്പെഷ്യലി നിങ്ങൾ ഇമോഷണലി സിറ്റുവേഷൻസ് ഹീൽ ചെയ്യാൻ പവറുള്ള ആളുകളാണ്. എത്ര വിഷമം വന്നാലും നിങ്ങൾക്കത്, എസ്പെഷ്യലി നിങ്ങളുടെ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് സ്വയം ഹീൽ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്. സോ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു ഒറ്റപ്പെടലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു സാധാരണ ആളുകൾ നയിക്കുന്ന ഒരു ലൈഫ് ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ ലൈഫ് പോകുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്, വളരെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പേർപ്പസ് ഉള്ള ആളുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, നിങ്ങളത് നാച്ചുറലി നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, അത് സെൽഫ് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈഫ് ലെസൺസ് ഉണ്ടായിരിക്കണം, ഒരു ടാസ്ക്, ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, അക്കാഡമിക്കലി നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ലെസൺ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫ്, പേഴ്സണൽ ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫ് തരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നല്ലൊരു ഹീലറെ പുറത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അത് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ മേൽ അത് പരീക്ഷിച്ചു നോക്കി, നിങ്ങൾ ആദ്യം അത് സെൽഫായിട്ട് കണക്ട് ചെയ്ത് അതിന്റെ ഒരു
ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടാലന്റ് മനസ്സിലാക്കി പിന്നീട് നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു സർവീസ് ആയിട്ട് മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കാൻ സാധിക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങളൊരു ക്രിയേറ്റർ ആണ്, നിങ്ങളൊരു പാരന്റ് ആയിരിക്കാം, ആൻഡ് എസ്പെഷ്യലി നിങ്ങളുടെ പാരന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പാരന്റ് ആയിരിക്കാം. സോ അങ്ങനത്തെ സിറ്റുവേഷനിലും നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പാരന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ലെസൺസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഓർ നിങ്ങളുടെ കുട്ടികളായിട്ടായിരിക്കാം. സോ അത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിന് എന്തോ ഒരു കാര്യം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം, ആ സിറ്റുവേഷൻ എങ്ങനെ ബ്രേക്ക് ചെയ്യാം. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നാണ് ഒരേ പാറ്റേണിൽ പല കാര്യങ്ങൾ പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് നിങ്ങളുടെ കുട്ടികളേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് പോലെ. ഓക്കെ, സോ അത് നല്ലതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് മറ്റുള്ള ആളുകളുടെ അടുത്തുനിന്നും മേ ബി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രോമ നിങ്ങളെ എഫക്ട് ചെയ്യുന്ന പല ലൈഫ് സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിന്റെ പല സിറ്റുവേഷനിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ കൂടെ അല്ലെങ്കിൽ അതിനും ലൈഫ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിൽ കണക്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ അതിന് പുറത്തേക്ക് വരുന്ന സമയത്താണ് നിങ്ങളുടെ ആ ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾ ആക്ച്വലി കണക്ട് ചെയ്യാം. നിങ്ങൾ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സോൾ ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഫൈനാൻഷ്യലി, സ്പിരിച്വലി ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓൾഡ് ജനറേഷനെ സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അക്കംപ്ലിഷ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഗ്രേറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് മിഷൻ ഉള്ള ആളുകളായിരിക്കാം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ. ഓക്കെ, സ്പെഷ്യലി നിങ്ങൾ വിമൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു സ്ട്രോങ് ഫെമിനിൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ നേച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ദ വേ യു ട്രീറ്റ് യുവർ സെൽഫ്, നിങ്ങൾ സ്വയം ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഡ്രസ്സിങ്ങിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അപ്പിയറൻസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ആൻഡ് നിങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങളെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ നിങ്ങളുടെ എക്സ്പ്രഷൻ, നിങ്ങളുടെ ലുക്ക്, ഓക്കെ, സോ നിങ്ങളുടെ ഒരു നോട്ടം വരെ വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷന് നിങ്ങളുടെ ഒരു ഹാർട്ട് ചക്ര നിങ്ങൾ ഒരുപാട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്, ഹീൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് എക്സ്പ്രസീവ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒരു ടൈമിൽ വരെ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. കാരണം പല ആളുകളും നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ് നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ചില ഇന്നർ ടാലന്റ്സിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ നല്ലൊരു ഹീലറാണ്. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്നേഹം കൊണ്ട് ഹീൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. അതിന് കാരണം നിങ്ങളും അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ പോയി നിങ്ങൾ മനസ്സിലാക്കി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു പവർ ആണ്. ഓക്കെ, സോ നിങ്ങളുടെ ഇതുപോലത്തെ സ്പിരിച്വൽ ആയിട്ടുള്ള സൈക്കിക് ആയിട്ടുള്ള പവർ ആണ്, നിങ്ങളുടെ ആ ഒരു യുണീക്നെസ് ആണ്. നിങ്ങൾ ഒരിക്കലും മറ്റുള്ള ആളുകളുടെ പോലെ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ബിക്കോസ് യു ആർ സോ സ്പെഷ്യൽ. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ടാലന്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ യൂണിക്നെസ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫ് ഒരു ചലഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ബിക്കോസ് യു ആർ ബോൺ ക്രിയേറ്റർ. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്രിയേറ്റർ ആണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആളുകളാണ്. യൂണീക്ക് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആളുകളാണ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഗ്രൂപ്പ് നമ്പർ 1. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാവുന്നുണ്ട്. ഓർ ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എത്രമാത്രം ഒരു ഫൈനാൻഷ്യൽ അബൻഡൻസിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കും, പ്രോസ്പെരിറ്റിയിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓർ നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജോബ്, നിങ്ങൾ എന്ത് ജോബാണ് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ഈ ഒരു
സമയത്ത് നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു റൈറ്റ് കർമ്മ, അതായത് നിങ്ങളുടെ പേർപ്പസ് എന്താന്നുള്ളത് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള പാത്ത്, അതിനുള്ള ഡോർ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി വെൽക്കം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ പേർപ്പസ് നിങ്ങൾ വെൽക്കം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, വിച്ച് മീൻസ് ലൈക്ക് നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ ഏകദേശം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് മേ ബി നിങ്ങളൊരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. അതിന് എങ്ങനെ പുറത്തേക്ക് വരണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിന്റെ വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് സൈൻ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഓൾറെഡി കൂടുതൽ അലൈൻഡ് ആയിട്ട് വരുന്ന ഒരു സമയമാണ്. ഓക്കെ, കൂടുതൽ ഓപ്പൺ ആവുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയം നല്ലൊരു പ്രൊവൈഡർ ആവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ സർവീസ് കൊണ്ടാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ കമ്പാഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ എം ഹിയറിംഗ് ഈസ് നിങ്ങൾ നിങ്ങളുടെ ഒരു പേർപ്പസിലേക്ക് സെർവ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ എം എക്സാക്ട്ലി സീയിങ് ഈസ് നിങ്ങളുടെ ഡോർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്, വെൽക്കം ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ വെൽക്കം ചെയ്യുന്നത് പോലെയാണ്. അവിടെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് നല്ലൊരു ഹോപ്പ് നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾ വെക്കുക. ആൻഡ് നെവർ ഡൗട്ട് യുവർ സെൽഫ്. ടിപ്പ് നമ്പർ 1, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഹൈഡ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഒന്നുമല്ല. ഇത്ര ഒരു പവർഫുൾ വേർഷൻ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ അറിയാം. What you need to hear right now. Okay, tip number 1, and again നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ലവ് ഒക്കെ ഫുൾഫിൽഡ് ആവുന്ന സിറ്റുവേഷൻ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു സൈക്കിൾ നിങ്ങൾ എൻഡ് ആക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ വെരി സൂൺ നിങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്യും. ഇരുട്ടത്ത് കിടന്നുറങ്ങി എണീക്കുന്ന സമയത്ത് പകലാവുന്നത് പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതാവും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്കത് ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ മേ ബി എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഫാമിലി അവിടെ ഗ്യാദർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ സ്നേഹത്തിന്റെ ഒരു പീക്ക് ലെവലിൽ നിങ്ങൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് നിങ്ങൾ ഇത്രയൊരു ഇന്റൻഷൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽഫ് അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സിറ്റുവേഷൻ ഓർ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിച്ചത്, അവിടുന്ന് നിങ്ങൾ എന്താണ് ഗെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഒന്നുകൂടെ നിങ്ങൾ ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നല്ലൊരു പ്രൊവൈഡർ ആണ്. എസ്പെഷ്യലി സ്നേഹം, കമ്പാഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ളൊരു നാച്ചുറൽ ടാലന്റ് ആണ് അത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ചില ആളുകൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടായിരിക്കണം. ഓക്കെ, എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. മേ ബി നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവില്ല, നിങ്ങൾക്കത് കൊടുത്ത് ശീലം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ഹാർട്ടാണ്. ഓക്കെ, സോ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. അത് സ്നേഹമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വ്യക്തിയുടെ അടുത്തൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും അത് ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ, എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, മേ ബി ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ പഠിപ്പിക്കുന്നതും അതാണ്. നിങ്ങളുടെ സ്നേഹം, കമ്പാഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാത്ത മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊവൈഡർ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരുപാട് ആളുകൾക്ക് അത് വേണം, ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സർവീസിലാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഒരു കർമ്മയിലാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, സെൽഫ് ലൈഫിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ സ്നേഹം ഒരുപാട് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ
ഫസ്റ്റ് നിങ്ങൾ അത് കൊടുത്തു തുടങ്ങുക. നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കണം. അതുപോലെ മറ്റുള്ള ആളുകൾ, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്നേഹവും കമ്പാഷനും കൂടി നിങ്ങൾക്ക് സംസാരിക്കാനും പെരുമാറാനും നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഫാമിലി, മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളൊരു ഫാമിലിയാണ് ലാക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആളുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, റൈറ്റ് ആയിട്ടുള്ള ഫാമിലി, ഓർ മേ ബി ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ പാരന്റ്സ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ കുട്ടികളായിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഹീലായിട്ട് നിങ്ങൾക്കത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്കത് റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് what I'm hearing is ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ ഓൾഡ് ജനറേഷനിലുള്ള ആളുകള് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിൽ സന്തോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു ജെന്യൂൻ ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, വാക്കുകള്, എസ്പെഷ്യലി നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ, ആൻഡ് മറ്റുള്ള ആളുകൾ നിങ്ങളെടുത്ത് പറയുന്ന വാക്കുകളും വളരെ പേഴ്സണലി എടുക്കാതിരിക്കുക. ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം, മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, പ്രോപ്പർ ആയിട്ടുള്ള കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പെട്ടെന്ന് കേൾക്കുന്ന വാക്കുകൾ വളരെ പേഴ്സണലി എടുത്ത് നിങ്ങൾക്കത് ഹേർട്ട് ആവുന്നതായിരിക്കാം. അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് ഉണ്ടാവുന്നതായിരിക്കാം. എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റീകണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സ് ആയിട്ടോ, നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടോ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻ റീകണക്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം, ആ ഒരു സിറ്റുവേഷനെ പറ്റി കൂടുതൽ പഠിക്കണം, അതിനെപ്പറ്റി സംസാരിക്കണം, സോൾവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, എസ്പെഷ്യലി നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടാവുക ഈ ഒരു സമയത്ത് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കാം. ഓക്കെ, ആ ഒരു ബിലീഫ് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാം, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുള്ളൂ, അവരിങ്ങനെ പെരുമാറുള്ളൂ എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ പറ്റി, ഒരു സാഹചര്യത്തെ പറ്റി, ഈവൻ നിങ്ങളൊരു ജോബ് നോക്കുന്ന സമയത്തും ഇല്ല അതെനിക്ക് കിട്ടില്ല, വേറെ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അത്ര ഒരു ടാലന്റ് അല്ല, എന്നെ സെലക്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഒരു കഴിവ്, നിങ്ങൾക്ക് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം മേ ബി നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഒരു ഒറ്റപ്പെടലായിരിക്കാം, എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കാം. ഓക്കെ, എന്ത് ആക്ഷൻ, മേ ബി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ ഹാബിറ്റ്സ് നിങ്ങൾ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു സമയം. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വീണ്ടും ഒരു ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ശീലിച്ച് തുടങ്ങാൻ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഒന്നും അല്ലാത്തടത്തു നിന്നാണെങ്കിൽ ചില ആളുകൾ മേ ബി നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുക, കണക്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുക, അല്ലെ? സോ ആക്ഷൻസ് നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലവ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുന്ന ഈവൻ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ എനിമി ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ശത്രു ആയിരിക്കാം, നിങ്ങൾ അങ്ങനെ കരുതുന്ന ഒരു വ്യക്തി ആയിരിക്കാം, ഒരിക്കലും മാറില്ല എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ സ്നേഹം കൊണ്ട്, നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു സംസാരം കൊണ്ട്, കമ്പാഷൻ കൊണ്ട് നിങ്ങൾക്ക് സിറ്റുവേഷൻസ് ഈസി ആയിട്ട് അല്ലെങ്കിൽ മാജിക്കലായിട്ട് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് ചില പ്ലേസിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം പക്ഷെ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തു തുടങ്ങാം. ആൻഡ് മെയിൻ ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ഹാവ് ദ പവർ ടു ക്രിയേറ്റ് എനിത്തിങ്. നിങ്ങളുടെ ലൈഫ് എന്ന് മാത്രം എന്നുള്ളതല്ല, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇല്ലാത്തൊരു അവസരം വരെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി കരിയർ, ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ കർമ്മ, ഓക്കെ, നിങ്ങളുടെ കർമ്മ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, കർമ്മ റീക്രിയേറ്റ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങളൊരു സിറ്റുവേഷന്റെ ഒരു എൻഡ് സ്റ്റേജിലാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ ലൈഫ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. സോ ലെറ്റ്സ് ടേക്ക് ഫ്യൂ മോർ മെസ്സേജ് ഫോർ ഗ്രൂപ്പ് നമ്പർ 1. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടത്? സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ഈഗോ ആയിരിക്കാം, നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം, നിങ്ങളുടെ ചില ബിലീഫ് ആയിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ
നിങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വിശ്വാസമായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മനസ്സൊരു സ്ഥലത്തും നിങ്ങളുടെ ശരീരം ഒരു സ്ഥലത്തും, അങ്ങനെയായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു ടാലന്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അതായിരിക്കും മേ ബി നിങ്ങൾ ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ ഐഡിയ? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് വരികയാണ്. മേ ബി നിങ്ങൾക്ക് അറിയാം എക്സാക്ട്ലി നിങ്ങൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം ആൻസർ എന്താന്നുള്ളത്. പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നിങ്ങളുടെ അവസരം വേറെ ആളുകളിലേക്ക് പോവാണ്. നിങ്ങൾ അവിടെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ടാലന്റിനെ അവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പ്രസ് ചെയ്യേണ്ട സ്ഥലത്ത് എക്സ്പ്രസ് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പവറുള്ള ആളുകളാണ്. നിങ്ങളുടെ ടാലന്റ് ഡെഫിനറ്റ്ലി നിങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓർ മേ ബി ലൈക്ക് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേർഷനില് നിങ്ങളുടെ ഒരു ടാലന്റ് ഒരുപാട് അംഗീകരിക്കപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഫെയിമിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 ഒന്നുകിൽ നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റ് ആയിരിക്കാം നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യലി പറഞ്ഞതുപോലെ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവുള്ള ആളുകളാണ്. സോ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. മേ ബി ലൈക്ക് നിങ്ങളുടെ റിലീജിയനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൾച്ചർ, നിങ്ങളുടെ വിശ്വാസത്തിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകളുടെ ഒരു അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. ഓക്കെ, സോ ഒന്നുകിൽ നിങ്ങളുടെ അതുവരെ ഉണ്ടായിട്ടുള്ള വിശ്വാസങ്ങളാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, ഓർ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ വാക്കുകളാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഈ ഒരു മൊമെന്റിൽ, ഫോർ എക്സാമ്പിൾ, ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ലാക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിന്റെ ലൈഫിൽ ഇല്ലല്ലോ, ആ ഒരു കാര്യം ഇല്ലല്ലോ, ആ ഒരു പേഴ്സൺ ഇല്ലല്ലോ എന്നുള്ളതായിരിക്കും നിങ്ങൾ മേ ബി ചിന്തിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ സന്തോഷമായിട്ടിരിക്കേണ്ട വേറെയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. സോ അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മേലെ സന്തോഷിക്കേണ്ടതായി, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്കുള്ള ഒരു കഴിവുകള്, സെൽഫ് അപ്രീസിയേഷൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയം വേണ്ട ഒരു ടൈമാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ്, ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനുവേണ്ടി നിങ്ങൾ വളരെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക. ആളുകൾ നിങ്ങൾ വളരെ സൈക്കിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കാം, സ്പിരിച്വൽ നോളേജ് ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു റിലീജിയസിൽ വിശ്വസിക്കുക എന്നുള്ളത് അല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഈവൻ നിങ്ങളൊരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിലും, നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും, ഈവൻ ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു യൂണിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എല്ലാവരും പോകുന്ന ആ ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, ഈവൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഡിഫറെന്റ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അത് ചില ആളുകൾക്ക് അറിയാം. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ അത് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, എക്സ്പ്രസ് ചെയ്യുക. മേ ബി അത് ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളില് ആ ഒരു സ്ട്രോങ് ക്രിയേറ്ററെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മീറ്റ് ചെയ്യുക, പോയി സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് കുറച്ചുകൂടെ നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവുക, ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുക, ഒറ്റയ്ക്ക് ഇരുന്ന് കൂടുതൽ കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രോങ് ക്രിയേറ്റർ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജി, ഏറ്റവും എസ്പെഷ്യലി നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, അമ്മമാരാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, കാരണം അമ്മമാർക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, സോ നിങ്ങളൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ, സോ നിങ്ങളുടെ മിസ്റ്റേക്സ് എന്നോ ഓർ മേ ബി ലൈക്ക് നിങ്ങളുടെ പാസ്റ്റ് ഉണ്ടോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വളരെ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ളതോ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പാരന്റ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക എങ്ങനെ നിങ്ങൾ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റ് ആവണം എന്നുള്ളതായിരിക്കാം. ഓക്കെ, സോ അവിടെ നിങ്ങൾ ലൈക്ക് നിങ്ങളൊരു അമ്മയാവുന്ന സമയത്തോ അച്ഛനാവുന്ന സമയത്തോ പെട്ടെന്ന് നിങ്ങളൊരു നല്ലൊരു പാരന്റ് ആവുക എന്നുള്ളതല്ല, നിങ്ങളും മിസ്റ്റേക്സ് കാണിച്ചിട്ടുണ്ടായിരിക്കാം.
ഓക്കെ, നിങ്ങളും അതുപോലെ നിങ്ങളുടെ കുട്ടികളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ അവിടുന്ന് നിങ്ങൾ അത് റിയലൈസ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മളുടെ മിസ്റ്റേക്സ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയത്താണ്. സോ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്കത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുമില്ലാത്ത പ്ലേസിൽ നിന്ന് നിങ്ങൾക്കത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ബർത്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫിൽ സംഭവിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതല്ല, നിങ്ങളുടെ ഒരു പേർപ്പസ് ആണത്. ഓക്കെ, ലൈഫ് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, ലൈഫ് വേറൊരു ഡയമെൻഷനിലേക്ക് എടുക്കുക എന്നുള്ളത്, ലൈഫ് വേറൊരു തലത്തിലേക്ക് എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു റൈറ്റ് ആണ്, നിങ്ങളുടെ ഒരു പേർപ്പസ് ആണ്. ബിക്കോസ് നിങ്ങളുടെ ഒരു സർവീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹേയ് ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താ നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2, സോ നിങ്ങളെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാനിഫെസ്റ്റർ, ബോൺ മാനിഫെസ്റ്റർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ലൈക്ക് ഭാഗ്യം ഏറ്റവും കൂടുതൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഈവൻ അതൊരു ലാസ്റ്റ് മൊമെന്റിലാണെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് നിങ്ങളുടെ ലൈഫ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾ അവിടെ ഒന്നും ഇല്ലാണ്ടായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളൊരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ഒരിക്കലും വന്നിട്ടുണ്ടായിരിക്കില്ല. എങ്ങനെ വീഴാണെന്നുണ്ടെങ്കിലും 4 കാലിൽ വീഴാന്ന് പറയല്ലോ. ഓക്കെ, സോ അതുപോലത്തെ ഒരു ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ത്രൂ ഔട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള മിക്ക കാര്യങ്ങളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, എല്ലാവരുടെ ലൈഫിലും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പല സമയത്തായിട്ട് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, വിശ്വസിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടോ എന്തൊക്കെ ഇല്ല അതൊക്കെ നിങ്ങൾ ഏതൊക്കെയോ ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആളുകളാണ്. ഓക്കെ, സോ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ റെയർ ആയിട്ടുള്ള മാജിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്ന ചില മാനിഫെസ്റ്റേഷൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് അതിനുള്ള ഒരു പവർ ഉണ്ടാവുന്നുണ്ട്. സോ അത് മേ ബി ആ ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ എനർജീസും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വൈബ്രന്റിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ഇല്ലാത്തൊരു കാര്യം പ്രിറ്റൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കാം. ഓൾറൈറ്റ്, സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. സോ നിങ്ങൾ അതാവുന്നതിന് മുൻപ് നിങ്ങളത് അങ്ങനെ ഭാവിക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾ വളരെ ചെറുപ്പത്തിലേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ആളുകളായിരിക്കാം. ആൻഡ് ഫൈനലി എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചില ആളുകൾ ഒരു ലാക്നെസ് ആയിരിക്കും, എനിക്ക് കഴിവില്ല, എനിക്ക് ടാലന്റ് ഇല്ല, ഞാൻ ലക്കി ആയിട്ടുള്ള പേഴ്സൺ അല്ല എന്നുള്ളതായിരിക്കും ചില ആളുകൾ പറയുന്നുണ്ടായിരിക്കാം. ആൻഡ് ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ബ്ലോക്കേജ് ഫോർ യു. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ മാറ്റേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ നാച്ചുറലി കഴിയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നല്ലൊരു ഡ്രീമർ ആണ്, നിങ്ങൾ നല്ലൊരു ഡേ ഡ്രീമർ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണ ആളുകളിലെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു എഫേർട്ട് ആക്ച്വലി കുറവാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ട്, ഒരു ഫ്രീക്വൻസിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് ആയിരിക്കാം. സോ നിങ്ങൾ അതിന് ആ ഒരു പിക്ചർ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് വളരെ ഇന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്ലേസിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതേസമയം ഇതിന്ന് ഉണ്ടാവുന്ന നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ റെയർ ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ്, മിറാക്കിൾ പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പവർ ഉള്ള ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പ് നമ്പർ 2. ലെറ്റ്സ് സീ. സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ
കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മേ ബി നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ നിങ്ങൾ അത് ചിന്തിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, കമ്പാരിസൺ ആയിരിക്കാം. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഗ്രൂപ്പ് നമ്പർ 2 ഓരോ ആളുകളായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് നാച്ചുറലി ഉണ്ട്. സോ നിങ്ങൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡും അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾക്കുള്ള മെസ്സേജ് ആക്ഷനിലേക്ക് വരാം. ഓക്കെ, സോ പല ആളുകൾക്കും മേ ബി നിങ്ങൾ ഒരുപാട് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ചെറിയ ആക്ഷൻസ് മതി. ഓക്കെ, സോ ഒരുപാട് ചിന്തിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു എഫേർട്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ചെറിയ ആക്ഷൻസ് മതി നിങ്ങൾക്ക് വലിയ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആളുകളല്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലേസിനെസ് ആയിരിക്കാം, ഓവർ തിങ്കിങ് ആയിരിക്കാം. ഓക്കെ, ഒരു ആക്ഷനിലേക്ക് വരാൻ ഉള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും, ഒരു സ്ട്രഗിൾ. ഓക്കെ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. വാട്ട് യു നീഡ് ടു ഹിയർ? ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് മിക്ക ആളുകൾക്കും ഈ ഒരു ടാലന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലക്ക് പാർട്ട് നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ലൈഫിൽ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കാം. അത് ഈവൻ എന്ത് സിറ്റുവേഷനിൽ വരുന്ന സമയത്തും അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ വരാൻ താല്പര്യമുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. ഓക്കെ, സോ നിങ്ങൾക്ക് ചെറുതൊന്നും നിങ്ങൾക്ക് പറ്റില്ല, ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല. ഓക്കെ, നിങ്ങൾ വരേണ്ടതാണെന്നുണ്ടെങ്കിലും സോ ഈ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനത്തെ ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കാം. ആൻഡ് അവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ചില ആളുകൾ കൊടുക്കുന്ന അത്ര ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാനും അത് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള പവറുള്ള ആളുകളാണ്. ഇവൻ നിങ്ങൾ വളരെ സാധാരണ ഒരു സിറ്റുവേഷന് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഒരു തോട്ട്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഡെലിവേർഡ് ആവുന്നത്. അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ അത് ട്രസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആൻഡ് വളരെ നീഡി ആയിട്ട് നിങ്ങൾ നിൽക്കാതിരിക്കാം. ഓക്കെ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ഷമ പൊതുവെ കുറവായിരിക്കാം. നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവില്ല. എവിടെയോ തുടങ്ങി എവിടെയെങ്കിലൊക്കെ അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താ വേണ്ടത് എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കൊടുക്കുക. ആൻഡ് അതിനൊരു റൈറ്റ് ടൈം ഉണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിന് വേണ്ടിയിട്ട് ചെയ്യാം. ഓക്കെ, അവിടെ നിങ്ങളുടെ തോട്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫീലിംഗ്സ് ആയിരിക്കാം, ചെറിയ ചെറിയ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എടുക്കേണ്ട ചെറിയ ചെറിയ ആക്ഷൻ ആയിരിക്കാം. ഓക്കെ, എന്നിട്ട് ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോവാ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ സിറ്റുവേഷൻസ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് വേണം. ഓക്കെ, ചില സമയത്ത് ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് ഡെഫിനറ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ എ കൺഫർമേഷൻ. നിങ്ങൾ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന ആളുകളാണ്. ഓക്കെ, സോ മേ ബി അത് നിങ്ങളുടെ ഒരു ഭാഗ്യമായിരിക്കാം. നിങ്ങളൊരു കോമ്പറ്റീഷന് പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് പ്ലേസ് ഉണ്ടാവുന്നുണ്ട്. ഈവൻ നിങ്ങളൊരു ജോബിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ വർക്ക് പ്ലേസിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കണം അല്ലെ. അതേസമയം എവിടെ കണക്ട് ചെയ്യണം, എവിടെ പ്ലീസ് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്ന സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആളുകളും ഉണ്ട് അല്ലെ. സോ അവര് മാനേജറൊക്കെ ആയിട്ട് വളരെ സംസാരിച്ച് അവര് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ള ആളുകളെ കൂടെ പ്രിറ്റൻഡ് ചെയ്യിപ്പിക്കും, കൺവിൻസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിലും ആ ഒരു സാമർത്ഥ്യമുള്ള ആളുകളാണ് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ വന്ന് പെടുന്ന ആളുകളാണ്. അതിനുള്ള ഒരു ലക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ അത് നിങ്ങൾ റൈറ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിൽ ഒരു നല്ല വശമുണ്ട്, നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം, നിങ്ങളുടെ പ്രവൃത്തികൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവിടുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്.
ഓക്കെ, സോ അതായിരിക്കും നിങ്ങൾക്കുള്ളൊരു ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ചില മിസ്റ്റേക്സ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രവൃത്തി അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് കൊണ്ടുവരണോ എന്നുള്ളത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നിങ്ങൾക്കുള്ള ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വെരി സൂൺ നിങ്ങളുടെ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടി നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പൊസിഷനിൽ നിങ്ങൾ നിൽക്കുന്ന പ്ലേസിന്ന് പൊസിഷന് ഒന്നുകൂടെ ഒരു ലെവലിലേക്ക് മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല ഏരിയാസിലും. ഓക്കെ, നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലിലാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ അവിടെ എന്തൊക്കെയോ പൊസിഷനിലുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്നുകൂടെ അവെയർ ആയിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ സ്പിരിച്വലി, ഫൈനാൻഷ്യലി, ലവ് സിറ്റുവേഷനിൽ വരുന്ന സമയത്തും ഈ 3 കാര്യങ്ങളും ഒരേ സമയം ബാലൻസ്ഡ് ആവുന്ന ചില മിറാക്കിൾസ്, ചില മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് ചെറുതല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങൾ എന്തൊക്കെ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഐഡന്റിറ്റിനെ മാറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 അത് ഓൾമോസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, അതിനുള്ള ചില സൈൻ നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അതിലേക്ക് കൂടുതൽ അലൈൻഡ് ആയിട്ടുണ്ട് ഓൾറെഡി. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് നിങ്ങൾ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. അറ്റ്ലീസ്റ്റ് അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്ട്രോങ് വിഷൻസ് നിങ്ങൾ കൊടുക്കുക. അത് ഈവൻ അത് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഗ്രൂപ്പ് നമ്പർ 2. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ടും ചിന്തിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ടും ചിന്തിക്കുന്നുണ്ട്. ചില പ്രവൃത്തികൾ പോസിറ്റീവായിട്ടും സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ അത് ബ്ലോക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് പറയുന്നത് നിങ്ങളുടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡും കമ്പാരിസണും ധൃതിയുമാണ്. അത് നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കാം. ഗ്രൂപ്പ് നമ്പർ 2, സോ മേ ബി ലൈക്ക് നിങ്ങളുടെ പ്രഗ്നൻസി ആയിരിക്കാം, ഓർ നിങ്ങളുടെ എന്തെങ്കിലും പ്രൊമോഷൻ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഈവൻ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം, റിലേഷൻഷിപ്പ്, മാരേജ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ലവ് ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ട് ചില കാര്യത്തിലേക്ക് വരാന്നുള്ള എന്തെങ്കിലും പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പ് നമ്പർ 2 എന്തെങ്കിലും 3 കാര്യം അല്ലെങ്കിൽ 3-4 കാര്യം സെയിം ടൈം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു സിറ്റുവേഷൻ കൊണ്ട് പല കാര്യത്തിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, വിഷ് ഫുൾഫിൽമെന്റ് സിറ്റുവേഷൻ പോലെ. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഗ്രൂപ്പ് നമ്പർ 2, മാരേജ് പാർട്ട്ണർഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതായിരിക്കാം. ഓക്കെ, കാരണം വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ അത് കിട്ടുക എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാവാണ് വേറൊരു വ്യക്തി. നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് പാർട്ട്ണർ ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആവുന്നതായിരിക്കാം. റിലേഷൻഷിപ്പിൽ അതുപോലത്തെ ചേഞ്ച് വരുന്നതായിരിക്കാം. ജോബിലേക്ക് വരുന്ന, ഇത്ര കാലമായിട്ട് ഏൺ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോബിലേക്ക് വരാന്ന് മാത്രമല്ല, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫ്, ഓ മൈ ഗോഡ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ലവ് ലൈഫ് ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ലവ് ലൈഫിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ആലോചിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ആഗ്രഹിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്.
നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഹോപ്പും തോന്നാത്തൊരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിലും, ഒന്ന് നിങ്ങളുടെ ലൈഫിന്റെ ബാക്കോട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എത്ര പ്രോബ്ലത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ ഒരു മിറാക്കിൾ പോലെ നിങ്ങൾ അവിടുന്ന് ഹെൽപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ അവിടുന്ന് സേഫ് ആവുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ കൂടുതൽ 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 കണക്ട് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ 2. ആൻഡ് ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് എവിടെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വന്നു, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു എന്നുള്ളതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നു. നിങ്ങളുടെ ലൈഫിൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു, അത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുക. നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ വരുന്ന സമയത്തും അതുപോലത്തെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുക, ഫാമിലിയിൽ വരുന്ന സമയത്തും അതുപോലത്തെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുക. സോ ഇതൊക്കെ നിങ്ങൾ ആക്ച്വലി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ. സി ഗ്രൂപ്പ് നമ്പർ 2, കൂടുതൽ എന്ത് കൺഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്? യു ആർ എ മാജിഷ്യൻ. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ് ഗ്രൂപ്പ് നമ്പർ 2. ഞാൻ പറയും, നിങ്ങൾ അത്ര ഒരുപാട് എഫേർട്ട് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, മീൻസ് ലൈക്ക് നിങ്ങൾ അത്ര ഒരു എഫേർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് അത് മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്ന് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം. കാരണം നിങ്ങൾ എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. സോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോൺസിക്വൻസ് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഗ്രൂപ്പ് നമ്പർ 2. അതാണ്, മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേറൊരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങൾ ആക്ച്വലി ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, മറ്റുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മറ്റുള്ള ആളുകൾ വളരെ അസൂയായിട്ട് നിങ്ങളെ കാണുന്ന ആളുകളായിരിക്കാം. ഓക്കെ, കാരണം അവര് കൊടുക്കുന്ന അത്രയും എഫേർട്ട് നിങ്ങൾ ഒന്നിലും കൊടുക്കുന്നുണ്ടായിരിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ ഇല്ല അങ്ങനെയൊന്നല്ല, എന്റെ ലൈഫ് വേറെ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ തോട്ട് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയാണ്, നെഗറ്റീവ് ആണോ, ലാക്നെസ് ആണോ, ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി യു ആർ അട്രാക്ടിങ്. കാരണം ചില ആളുകൾ നിങ്ങളുടെ ഈ ഒരു കഴിവ് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്നുള്ളതല്ല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് ലൈഫിൽ അട്രാക്ട് ചെയ്യും. മേ ബി നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം, ഓക്കെ, നിങ്ങൾ പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അതുപോലെ തന്നെ സംഭവിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കൂ. സോ നിങ്ങൾ അങ്ങനെ നെഗറ്റീവ്, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതുപോലെ തന്നെ വരും. മേ ബി കരിനാക്കാണെന്ന് പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കഴിവുണ്ടെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയുമെന്ന് പേടിയുള്ള ആളുകളും ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ അതൊന്ന് മാറ്റി ചിന്തിക്കും. നിങ്ങളുടെ വാക്കുകള്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയാ, കൺഫേം ചെയ്യുക, അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുക. മറ്റുള്ള ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാവാതെ മാത്രം നിങ്ങൾ നോക്കുക. കാരണം നിങ്ങൾ ഡേഞ്ചറസ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഴ്സ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് എങ്ങനെ കിട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അതിനൊരു വാശിയുള്ള ആളുകളാണ്. ഈവൻ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനുള്ള വാശിയുള്ള ആളുകളാണ്. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3. ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ, സൃഷ്ടിക്കാൻ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്, എങ്ങനെ നിങ്ങൾക്കത് ബ്യൂട്ടിഫുൾ ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3. സോ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ സെൽഫ് അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് അധികം വേണ്ടൊരു സമയമാണ്. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് പാറ്റേണിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിൽക്കുന്ന പ്ലേസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട്, നിങ്ങളുടെ ഒരു സ്ട്രഗിൾ സ്റ്റേജ് എന്താണോ നിങ്ങൾ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, എന്താണോ നിങ്ങളെ സെൽഫ്ലെസ് ആക്കുന്നത്,
അത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സെൽഫ് അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യല്ല വേണ്ടത്, നമ്മളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ആൻഡ് അവിടുന്ന് നമ്മൾ എങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെ? സോ അത് നമ്മുടെ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, നമ്മളുടെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, നമ്മളെ പിറകോട്ട് വലിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, നമ്മുടെ പേടിയായിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്വയം മനസ്സിലാക്കുക എന്നുള്ളത്, സിറ്റുവേഷൻസ് മനസ്സിലാക്കുക എന്നുള്ളത്, ആൻഡ് ചില സത്യാവസ്ഥകള് അക്സെപ്റ്റ് ചെയ്യുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അത് ഇങ്ങനെയാണെന്നുള്ളത് അറിയാം, പക്ഷെ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ തന്നെ നിന്ന് പോകുന്നുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വർഷങ്ങളായി പോകുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളൊരു സ്ട്രഗിൾ ആയിരിക്കാം, അത് നിങ്ങൾ ശീലമായി പോയിട്ടുണ്ടായിരിക്കണം. സോ അങ്ങനത്തെ ഒരു പ്ലേസിൽ നിൽക്കുന്ന സമയത്ത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് അക്നോളജ് ചെയ്യുന്നില്ല. അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. ആൻഡ് പ്ലസ് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്, നിങ്ങളുടെ കഴിവ് എന്താന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരി എന്താന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്ത് ഒരാൾ പറയാണ്, പക്ഷെ ആ വ്യക്തി നിരന്തരം പറയുന്നത് നിങ്ങളുടെ കഴിവുകളെ പറ്റിയിട്ടായിരിക്കാം, നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങളും വിചാരിക്കാണ്, ഓക്കെ, നിങ്ങൾക്കും ആ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട്, നിങ്ങള് കുഴപ്പം കൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത്, നിങ്ങളെ തെറ്റുകൊണ്ടാണെന്ന് നിങ്ങളും വിശ്വസിക്കുകയാണ്, ഈവൻ അങ്ങനെയല്ല എന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾക്കത് അവിടെ നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ എന്തെങ്കിലും ടാലന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, മറ്റുള്ള ആളുകളുടെ വാലിഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഗ്രൂപ്പ് നമ്പർ 3 അതും നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സ്ട്രഗിൾ ആയിരിക്കാം. അത് നിങ്ങൾ ജീവിച്ച് വളർന്നിട്ടുള്ള ഒരു ചുറ്റുപാടുന്ന് വന്നിട്ടുള്ളതായിരിക്കാം. സെൽഫ് അക്സെപ്റ്റൻസ്, വാലിഡേഷൻ, സെൽഫായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ മറ്റുള്ള ആളുകൾ പറഞ്ഞാലേ നിങ്ങൾക്കത് പ്രൗഡായിട്ട് തോന്നുള്ളൂ, അല്ലെങ്കിൽ അത് ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ചില സത്യങ്ങൾ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക, ആൻഡ് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് വേണ്ട ആൻസേഴ്സ് എന്താന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഒരാൾ ഒരു കാര്യം നിങ്ങളടുത്ത് പറയുന്ന സമയത്ത് അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. സോ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണോ കിട്ടുന്നത്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ നിന്ന്, ആളുകളുടെ വാക്കുകളിൽ നിന്നല്ല ആക്ഷനിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പാണ്, നിങ്ങൾക്ക് സ്വയം നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഹെൽപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം വേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 3 ചില ഡിസിഷൻസ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്, ചില സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്, ചില റിജക്ഷൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സിറ്റുവേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 3 ആ ഒരു കരേജ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് ഇൻക്രെഡിബിളി ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളൊരു വിക്ടിമിനെ പോലെ നിൽക്കാതിരിക്കുക, നിങ്ങളൊരു സങ്കടമുള്ള ഒരു പേഴ്സൺ ആയിട്ട് നിൽക്കാതിരിക്കുക. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ട ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒന്നിലും ഒരു കോ ഡിപ്പെൻഡന്റ് ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, ഒന്നിലും ആരുടെ അടുത്തും. ഓക്കെ, സോ ഇതൊക്കെയായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. സോ അതാണ് നിങ്ങളുടെ ലൈഫ് റീക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സൃഷ്ടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പുതിയ അവസരങ്ങൾ നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടുക, അത് ആക്സെപ്റ്റ് ചെയ്യുക. സ്പെഷ്യലി നിങ്ങൾക്ക് മാറ്റം വരുത്താത്ത ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ആളുകളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അതിലാണ് ഇപ്പോഴും നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു
കറേജ് നിങ്ങൾ എടുക്കുക. എസ്പെഷ്യലി ഗ്രോത്ത് ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ്, ഒരു സെയിം സിറ്റുവേഷൻ ആണ്, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും എത്ര ചാൻസസ് കൊടുത്തിട്ടും മാറ്റില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഹാവ് ദ കറേജ്. ഓക്കെ, പുതിയ ഓപ്പർച്യൂണിറ്റി എടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക. അത് ജോബിലാണെന്നുണ്ടെങ്കിലും കരിയർ ചേഞ്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ഇൻട്രസ്റ്റ് ആണോ അവിടെ നിങ്ങൾക്കത് ഒരു ഹെൽത്തി ആയിട്ട് അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ചൂസ് ബെറ്റർ വൺ. ഓക്കെ, സോ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ആണ് ഗ്രൂപ്പ് നമ്പർ 3. ബിക്കോസ് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണ്ടത് നിങ്ങളുടെ അടുത്തുനിന്ന് തന്നെയാണ്. നിങ്ങളത് പുതിയ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, പാസ്റ്റിൽ തന്നെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക, പുതിയ കാര്യത്തിലേക്ക് വരിക. നിങ്ങൾ ആക്ച്വലി പ്രിപ്പയർഡ് ആവാം. ഓക്കെ, നിങ്ങളുടെ തന്നെ ഒരു പുതിയൊരു ബർത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വരിക. ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, കാരണം നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക. മറ്റുള്ള ആളുകൾ നിങ്ങൾ ഒരുപാട്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളെ കൺഫ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആക്ച്വലി സെൽഫ്ലെസ് ആക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ആക്ഷൻ ആയിരിക്കാം. നിങ്ങൾ പല കാര്യങ്ങൾ ഒരുപാട് ചെയ്ത് ഓവർ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ വളരെ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ടുള്ള പ്ലേസ് ഉണ്ടായിരിക്കണം. ആൻഡ് സ്റ്റിൽ നിങ്ങൾ അവിടെ ഹാപ്പി അല്ല. നിങ്ങൾ ഇപ്പോഴും ആ ഒരു പഴയ കാലത്ത് നിന്നാണ് എന്തെങ്കിലും മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ദാറ്റ്സ് എ മേജർ ബ്ലോക്കേജ് ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ മേ ബി ലൈക്ക് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യം കൊണ്ടായിരിക്കാം. നമ്മൾ വിശ്വസിക്കുന്ന ഒരു പവർ എന്നറിയാം. സോ ചില കാര്യത്തിലേക്ക് നമ്മളെക്കാൾ മുന്നേ അതിലേക്ക് നമ്മൾ വന്നാൽ എന്ത് ഭവിഷ്യത്താണെന്നുള്ളത് അവർക്കറിയാം. അല്ലെങ്കിൽ അത് നമുക്ക് റൈറ്റ് അല്ല എന്നുള്ളത് നേരത്തെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പവർ നമ്മളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്, ആ ഒരു സപ്പോർട്ട് നമ്മൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത് അത് നിങ്ങൾക്കല്ല, അത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള വേറെയും കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ വരണം ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുക, ആ ഒരു ലെസൺസ് നിങ്ങൾ എടുക്കുക. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് യു നീഡ് ടു ഹിയർ ഇസ് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾ പല പ്ലേസിലും സെൽഫ്ലെസ് ആയിട്ട് നിന്നിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നിട്ടില്ല, ജീവിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് റീക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സൃഷ്ടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ച ലെസൺസ് ആയിട്ട് നിങ്ങൾ വരിക. ഓക്കെ, അതായത് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു സപ്പോർട്ടാണ് ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് അത് നിങ്ങൾക്ക് കൊടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആളുകളുടെ വാലിഡേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് വാലിഡേറ്റ് ചെയ്തിട്ട് സെൽഫായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ സാധിക്കണം. ഓക്കെ, സോ അതുപോലത്തെ ഒരു സ്ട്രഗിൾ ആണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ലൈഫ് ഓൾറെഡി നിങ്ങൾക്ക് വേണ്ട എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആൻഡ് അതിന്ന് നിങ്ങൾ പഠിക്കുക, എൻഡ് ചെയ്യാം. ഇറ്റ്സ് എ സിറ്റുവേഷൻ, നിങ്ങൾ എൻഡ് ആക്കുക. ഓക്കെ, റീബർത്ത് ചെയ്യാം. ആൻഡ് എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ലൈഫ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഓക്കെ, ഇറ്റ്സ് എ ബർത്ത്, ന്യൂ ബർത്ത്. ഓക്കെ, സോ അവിടുന്ന് പല കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പല ചാപ്റ്ററും എൻഡ് ആക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. പല കർമ്മ മേ ബി ലൈക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള പല കാര്യങ്ങളും എൻഡാക്കി പുതിയ സിറ്റുവേഷനിലേക്ക് വരേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ നിങ്ങൾ അവിടെ എൻഡാക്കുകയാണ്. കാരണം നിങ്ങൾ ഒരുപാട് ലെസൺസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി അത് മനസ്സിലാക്കുക. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ സെൽഫായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാണ്. നിങ്ങൾ ഈ ഒരു സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അത് മറ്റുള്ള ആളുകളിലേക്കും അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനെയാണ് അത് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതും മറ്റുള്ള ആളുകളെയും അത് പഠിപ്പിക്കുന്നത് ആ ഒരു സമയത്തായിരിക്കാം. ഓക്കെ, സോ സെൽഫ് ലവ്, സെൽഫ് വാലിഡേഷൻ, സെൽഫ് റെസ്പെക്ട്, ഇതൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യേണ്ട ഒരു ടൈമാണ് ഗ്രൂപ്പ് നമ്പർ 3. സോ ലെറ്റ്സ് സീ വാട്ട്സ് എ മെസ്സേജ് ഫോർ യു ഗ്രൂപ്പ് നമ്പർ 3. സോ കാര്യങ്ങൾ ഒരുപാട് സെന്റിമെന്റൽ ആയിട്ട് എടുക്കാതിരിക്കുക, സെൻസിറ്റീവ് ആയിട്ട് എടുക്കാതിരിക്കുക.
പഠിക്കുക. ഓക്കെ, സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യണം. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ലെസൺസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ആ ഒരു സ്ട്രഗിൾ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ പഠിക്കുക, എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഒരു പ്ലേസിൽ നിങ്ങൾ വളരെ ഗ്രാൻഡഡ് ആയിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയില്ല എന്താണ് നിങ്ങളുടെ ടാലന്റ്, നിങ്ങളുടെ പവർ, നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡന്റ്. നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണ്. ഗ്രൂപ്പ് നമ്പർ 3 ബോൾഡ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, വീക്ക് ആയിട്ടുള്ള ആളുകളാണ്, ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നോ ദ പവർ. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എണീറ്റ് നിന്ന് നോക്കൂ. നിങ്ങൾ ആരെങ്കിലും ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ആലോചിച്ചിട്ട് വിഷമം ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു കൺട്രോൾ നിങ്ങൾ എടുക്കാം, റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാം. ആൻഡ് അവിടുന്ന് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. ഗ്രൂപ്പ് നമ്പർ 3, see how powerful, how bold, how independent. ഓക്കെ, സോ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് ഒരു പുതിയ ഇൻസൈറ്റ് കൊടുക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ ലൈഫിൽ മേജർ ആയിട്ടുള്ള ലൈഫ് ചേഞ്ച് സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് ആക്ച്വലി സ്റ്റക്ക് ആണ്. കാരണം നിങ്ങൾ പലതും നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ബട്ട് കുറെയൊക്കെ നിങ്ങൾ ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നാണ്, നിങ്ങൾക്ക് വേണ്ട രീതിയിലല്ല ചില കാര്യങ്ങൾ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി അത് റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല. മേ ബി ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം. അത് വിട്ടേക്കാം. ചില കാര്യങ്ങൾ വിടാനുള്ള ഒരു കരേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്ലേസ് നിന്നാണ്. ആൻഡ് പാസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇല്ല, അതിൽ നിങ്ങൾ ഒരുപാട് കോൺഷ്യസ് ആവാതിരിക്കുക, അതിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു മേജർ ബ്ലോക്കേജ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കൊന്നും പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നിങ്ങളുടെ വർത്ത് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളിലേക്ക് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഓവർകം ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു മെന്റൽ സ്ട്രെങ്ത്. ഓക്കെ, സോ നിങ്ങൾ പഠിച്ചിട്ടുള്ള ലെസൺ, നിങ്ങളുടെ യൂണീക്ക് ആയിട്ടുള്ള സ്കില്ലായിരിക്കാം, നിങ്ങളുടെ യൂണീക്ക് ആയിട്ടുള്ള ടാലന്റ് ആയിരിക്കാം. ഓക്കെ, മനസ്സിലാക്കുക, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈവൻ നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഡിവൈൻ സപ്പോർട്ട് കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ചില കാര്യത്തിന്റെ ഒരു ട്രൂ നേച്ചർ ഒക്കെ മനസ്സിലാക്കുന്ന സമയത്ത്, ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അതിന് എന്ത് നല്ല കാര്യമാണ് എടുക്കേണ്ടത്, എന്താണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ആൻഡ് ലൈഫ് മുന്നോട്ട് വരാം. ഗ്രൂപ്പ് നമ്പർ 3, ഓക്കെ, കാരണം നിങ്ങൾക്ക് ലൈഫിൽ ഇനി ഒരുപാട് കാര്യങ്ങളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് മുന്നോട്ട് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ പുതിയ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു കൺട്രോൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. മനസ്സിലാക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇല്ല, നഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ലൈഫ് തീരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ മുന്നോട്ട് വന്നാലേ ഇനി എന്താന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഒരു സമയത്ത് വോക്ക് ആവാത്ത ചില കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട്, അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് അതിലും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല, നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് എന്തിലേക്കാണോ നിങ്ങൾ വരേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചത്, ആ ഒരു സത്യം മനസ്സിലാക്കാനും നിങ്ങൾ തയ്യാറാവുന്നില്ല. സോ അതിനെന്താണ് നിങ്ങൾ വേണ്ടത്? മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ലൈഫിന്റെ മുന്നോട്ട് നിങ്ങൾ വന്നാലേ ഇതൊക്കെ എന്തിനു സംഭവിച്ചു, അല്ലെങ്കിൽ ഇനി എന്താണ് ഇതിന്ന് അടുത്തത് എന്താന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ലാതെ ഇതുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കാം. യു നീഡ് ടു ഹെൽപ്പ് യുവർ സെൽഫ്. ഗ്രൂപ്പ് നമ്പർ 3, ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോബ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേടിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എന്ത് സെൽഫ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീക്ക്നെസ് ആണെന്നുണ്ടെങ്കിലും, യു നീഡ് ടു ഹെൽപ്പ് യുവർ സെൽഫ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. ഓക്കെ, നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ്, നിങ്ങൾക്ക് തോന്നാണ് ഇപ്പൊ നിങ്ങൾ വളരെ കോ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ നിങ്ങൾ ഒരുപാട് ആശ്രയിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. നിങ്ങൾ വളരെ കാര്യങ്ങൾ ബോൾഡ് ആയിട്ട് എടുക്കുന്ന ആളാണ്. ഓക്കെ, ആൻഡ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഓക്കെ, മീൻസ് ലൈക്ക് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ഒരുപാട് ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്.
ഓക്കെ, സോ നിങ്ങൾക്കൊരു കാര്യം മാറ്റുക എന്ന് പറയുന്നത് നിങ്ങൾ ശീലിച്ചിട്ടുള്ള ചില കാര്യങ്ങള് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള കാര്യങ്ങള്. ഫോർ എക്സാമ്പിൾ, നിങ്ങളടുത്ത് ഒരാൾ പ്രോമിസ് ചെയ്തിട്ട് നിങ്ങളത് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ്. അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു കാര്യം കിട്ടി, അത് നിങ്ങൾക്ക് എപ്പോഴും വേണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് പിന്നെ അത് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വരികയാണ് നിങ്ങൾക്ക്. ഓക്കെ, അതായത് ഒന്നില് നിങ്ങൾ ഡിപ്പെൻഡഡ് ആയി പോകുന്നുണ്ട്. അത് ആളുകളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അത് ഈവൻ ചെറിയ ചെറിയ കാര്യമായിരിക്കാം. മേ ബി നിങ്ങൾ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അത് നിങ്ങളൊരു സ്ട്രഗിൾ ആയിരിക്കാം. ഓക്കെ, ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത്. സോ പല കാര്യങ്ങൾ ആ ഒരു റൈറ്റ് പ്ലേസിലല്ല എന്നുണ്ടെങ്കിൽ, ഓർഗനൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ അല്ല, എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആവാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ ബ്രേക്ക് ചെയ്യണം, പുതിയ കാര്യത്തിലേക്ക് വരിക. ഗ്രൂപ്പ് നമ്പർ 3, കാരണം നിങ്ങൾ ഇത്ര കാലം എന്ത് എക്സ്പീരിയൻസ് ചെയ്തോ, എന്താണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അതല്ല അതിനെക്കാട്ടി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ലൈഫ് കരുതി വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ മുന്നോട്ട് വരണം. ഓക്കെ, ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ മോഹിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. പക്ഷെ അവിടെ നിങ്ങൾ കൂടെ കൂടാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാവുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത്, നിങ്ങളുടെ കൂടെ വരാൻ പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതായിട്ടൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു മൊമെന്റിലേക്ക് അത് വിട്ടേക്കുക. നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് വരിക. കാരണം നിങ്ങൾക്ക് ഒന്ന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ജോബ് ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ മുന്നോട്ട് വരിക. ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കേണ്ടി വരും. നിങ്ങളുടെ ടൈം അവിടെ വേസ്റ്റ് ആവാണ്. നിങ്ങൾക്ക് പുറത്തേക്ക് വരേണ്ട ഒരു കീ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്. കണ്ടെത്തുക, ഇറങ്ങി വരിക. ഈവൻ ചില ആളുകൾക്ക് ഒരു ഫൈനാൻഷ്യൽ ജോബ് സിറ്റുവേഷൻ ഒക്കെ ആയിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ജോബ്, എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ജോബ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ വരാം. പുതിയ കാര്യത്തിലേക്ക് വരാം. ഒന്നുകിൽ ജോബ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം, പുതിയ എന്തെങ്കിലും അവസരങ്ങൾ നോക്കുക. കാരണം നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവുന്നുണ്ട്. പുതിയ ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലൈഫിൽ കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന ഫീലിങ്സിലേക്കൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഹെൽപ്പ് യുവർ സെൽഫ് ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ. ഓക്കെ, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സിലേക്ക് ഗുഡ് നൈറ്റ്.